പിന്നെ ഈ നാട്ടിൽ ഹെൽമെറ്റുകൾ ശ്രദ്ധിക്കുക. പലതരം ഹെൽമെറ്റ് ഉണ്ട്. ഒരുമാതിരി ചട്ടി പോലത്തെ സ്റ്റൈൽ ഹെൽമെറ്റ്, പിന്നെ ഇത്രയുള്ള ഈ ഫേസ് കവർ ചെയ്യാത്ത ഹെൽമെറ്റൊക്കെ ഉണ്ട്. എൻ്റെ കയ്യിൽ അതുപോലത്തെ ഹെൽമെറ്റാണ്. ഞാനത് ഉപയോഗിക്കേണ്ടായ കാര്യം വെച്ചാൽ എനിക്ക് തുമ്മലായതുകൊണ്ട് മറ്റേത് വെച്ച് കഴിഞ്ഞാൽ ഊരി പിടിച്ച് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇതാകുമ്പോൾ ഇത് ഇങ്ങ് പൊക്കിയിട്ട് അങ്ങ് തുമ്മാലോ എന്ന് എഴുതി വെച്ചാൽ, പക്ഷെ അത് സേഫ് അല്ല. സത്യത്തിൽ ഈ തരം ഹെൽമെറ്റുകൾ ഉണ്ടാകാൻ പാടില്ല. എന്തിനാണ് അങ്ങനെ ഒരു ഹെൽമെറ്റ്? തല ഫുൾ കവർ ചെയ്യണ്ടേ, പ്രൊട്ടക്റ്റ് ചെയ്യണ്ടേ? അതിനല്ലേ ഹെൽമെറ്റ്. മറ്റേ സ്റ്റൈലൻ ഹെൽമെറ്റൊക്കെ ഒന്ന് മാറ്റിക്കൂടെ? നിർബന്ധമായി മാറ്റണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ തല പോയില്ലെങ്കിലും താടി പോവും. താടി പോയൊരു കൂട്ടുകാരൻ എനിക്കുണ്ട്. പല്ലടക്കം പോയിട്ട് ഇപ്പം തമ്പാക്ക് വെച്ചോലിരിക്കുന്നെന്ന് പറയും വീഡിയോയ്ക്കകത്തേക്ക്. മിസ്റ്റർ ഫ്രീമാൻ, ഈ ലെയർ മൊത്തം പോയി, വണ്ടിയൊന്നും വീണതാ. അത് ആർക്കും വരാം. അതുപോലെ തന്നെയാണ് ഈ കാറിൻ്റെ ആക്സസറീസ്. നേരത്തെ ഇവിടെ കൊണ്ട് വിൽക്കാൻ വെക്കും. മേടിച്ച് കഴിഞ്ഞാൽ മേടിക്കുന്നവന് പണി. അതെങ്ങനെ ഈ കഞ്ചാവ് വന്ന പോലെ, മനസ്സിലായോ? കഞ്ചാവും ആക്സസറീസ് ഏകദേശം സെയിം കച്ചവടം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഗവൺമെൻറ് അറിയാം വരുമെന്നൊക്കെ, പക്ഷെ അതെടുത്തുകൊണ്ട് പുറത്തോട്ട് ഇറക്കുന്നവരെ പിടിക്കാൻ നിൽക്കുക. എങ്ങനെ നന്നാകുമെന്ന് ഈ പറയുന്നത്? ഇതെല്ലാം കുറേ സാധനങ്ങളുണ്ട് ഇങ്ങനത്തെ ഉഡായിപ്സ്. ഇത്തിരി കച്ചവടമൊക്കെ ചെയ്ത് ജീവിക്കുന്ന മോശമാണ്. അത് മേടിക്കും. മറ്റേ കഞ്ചാവിനൊക്കെ മറ്റേ കോഴ തന്നെയാണ്. അത് കിട്ടാതെ ഒരിക്കലും അത് ഇപ്പുറം വരത്തില്ല. കാരണം അത്രയും ടോപ്പ് ലെവലിൽ ഭയങ്കര ഇൻ്റലിജൻസാണ്, മനസ്സിലായി? ഭയങ്കര ബുദ്ധിയുള്ളവരാണ്. അവർ വലിയ പരീക്ഷ പാസ്സാണ്, മനസ്സിലായില്ലേ? പക്ഷേ അവരെ പറ്റിക്കാൻ പാടായിരിക്കും. കാരണം എന്താ? അത്രയും കഴിവുള്ളവനാണ് ഈ കഞ്ചാവ് കച്ചവടക്കാരനെങ്കിൽ അവൻ ആ പരീക്ഷ എഴുതി അവൻ ആ സ്ഥലത്ത് എത്തത്തില്ല എന്നോ? അപ്പോൾ അതിനേക്കാളും ഒരു 4-5 റാങ്ക് കുറവുള്ള ഒരാളാണ് അല്ലേ? അതിനേക്കാളും കഴിവ് കുറവെന്ന് വേണം നമ്മൾ പറയാൻ. അയാൾക്കൊരിക്കലും ഈ പറഞ്ഞ കഴിവുള്ളവനെ പറ്റിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കൺവിൻസ് ചെയ്ത്, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്ത്, അല്ലെങ്കിൽ പേടിപ്പിച്ച്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ തരത്തിലുള്ള പരിപാടികൾ. കൈക്കൂലിയാണ് മെയിൻ. പിന്നെ ഇൻഫ്ലുവൻസ് ഉപയോഗിക്കുന്നത് വേറൊരാൾ വഴി വേണമെങ്കിൽ അവിടെ നിന്ന് കറക്കിയൊക്കെ പിടിച്ച് വേണം എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ പറ്റുമായിരിക്കും. കാരണം വലിയ പുള്ളികളുടെ ഇടയിൽ നിൽക്കുന്ന ആൾക്കാരാണ് ചിലപ്പോൾ അതിനകത്ത് മറ്റേ വിട്ടുവീഴ്ചകൾക്കുള്ള സാധ്യതകളുള്ളത് കൊണ്ട് നാട് നശിച്ചാൽ എന്താ, എത്ര കുട്ടികൾ ചത്താൽ എന്താ എന്ന് പറഞ്ഞൊരു കൂട്ടർ ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഈ ബോർഡറൊക്കെ കിടന്ന് ഇതിനകത്ത് വരുന്നത്. അത് ഈ ഏറ്റവും താഴെക്കിടയിലുള്ള ഓരോ സ്റ്റേഷനിലുള്ള പോലീസുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിസ്സഹായരായിരിക്കും. അവർക്കാകെ പറ്റുന്നതാണ് ഈ കാണിക്കുന്നത്. അതിൽ ഞാൻ തൃപ്തനല്ല. ഹെൽമെറ്റ് വേണ്ട. ഏത് സ്കൂട്ടറോ സൈക്കിൾ പോലും ഹെൽമെറ്റ് വേണം. ആറാട്ടെണ്ണം അതുവഴി ട്രാക്കുണ്ട്. അതുമല്ല, ആ ട്രാക്കിൽ കൂടെ പോയാലും സൈക്കിള് അവർ ചെറിയ ഹെൽമെറ്റ് വെക്കും. അല്ലാതെ ചുമ്മാ സൈക്കിൾ വെട്ടിക്കൊണ്ട് പോകുന്നതാണോ? ഓർമ്മയില്ല, അങ്ങനെ നടക്കുമോ? ഇല്ല, ഹെൽമെറ്റ് വേണം. അപ്പോൾ ഈ 6-8 പോകുന്നതാണ് ഇങ്ങനെ സ്കൂട്ടറിൽ ഹെൽമെറ്റ് വേണ്ടെന്ന് പറഞ്ഞാൽ. എന്നാൽ ഇത് റോഡിൽ കൂടെ അല്ലേ പോകുന്നത്? മറ്റു വാഹനങ്ങൾ ടിപ്പറയിലൊക്കെ ചെന്ന്, അല്ല ഒരു ടിപ്പർ വന്ന് ഈ വണ്ടി ഇടിച്ചാൽ ഒന്നും ഇല്ലെന്നാണ് പറയുന്നത്. ഇവിടുത്തെ കാര്യങ്ങൾ മൊത്തം ഒരു കോമഡിയാ. ഇവന്മാരല്ലേ, ഈ ടീമല്ലേ മാറി മാറി വരുന്ന ടീമിനെയൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇതെല്ലാം ഞാൻ കൃത്യമായിട്ട് മാറ്റിത്തരാം. എനിക്ക് വെറുതെ ഒരൊറ്റ പ്രാവശ്യം ഞാൻ പറയുന്ന ഒരു 140 മണ്ഡലത്തിലും നമ്മുടെ കാൻഡിഡേറ്റ്സ് വരും. അവരെ ഒന്ന് ജയിപ്പിച്ചു വിട്ടാൽ മതി. ഈ 140 മണ്ടന്മാരെക്കാൾ ഒരാൾ മതി. 140 മന്ത്രിമാർക്ക് ഒറ്റ മന്ത്രി മതി. അത് ഈ 1000 കൊതുകിന് ഒരു കൊതുക് തിരിയുന്നോ 1,00,000 കൊതുകിന് ഒരു കൊതുക് തിരിയുന്നോ പറഞ്ഞ പോലത്തെ തിയറി അത്. അത്രേ ഉള്ളൂ. അത് നിങ്ങൾ എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് എല്ലാവരും ഓർക്കും ഇത് കണ്ട് വലിയ പണിയാണ്. ഇതൊരു പണിയേ അല്ല. ഞാൻ ശരിയാക്കി തരാം. ഇതൊക്കെ ഒറ്റ പ്രാവശ്യം കയറ്റി വിട്ടാൽ മതി. കംപ്ലീറ്റ് അങ്ങ് കലക്കിയിട്ട് നമ്മളിങ്ങനെ വരാം. നിങ്ങളെല്ലാവരും പറഞ്ഞാൽ മതി. ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ വീഡിയോ ഇട്ടാൽ മതി. ഞാനത് ശ്രദ്ധിച്ച് എനിക്ക് അയച്ചു തന്നാൽ മതി വാട്സപ്പിൽ, ഇതാ പ്രശ്നമാണ്. അതിനപ്പം തന്നെ സൊല്യൂഷൻ ഉണ്ടാക്കി തരാം. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഒന്നും പേടിക്കണ്ട. പിന്നെ ഈ കഞ്ചാവിൻ്റെ പുറകെ ഒന്നും ഇത്രയും വലിയ വിഷയമൊന്നും ഞാൻ ഉണ്ടാക്കത്തില്ല. എനിക്ക് അമേരിക്ക പോലെയോ സ്കാൻഡിനേവിയൻ കൺട്രി പോലെയോ ആവണമെന്നാണ് ആഗ്രഹം. ഇവിടെ ഇപ്പോൾ ഈ കേസുകളുടെ എണ്ണം ഞാൻ കുറയ്ക്കുമായിരിക്കും ചെയ്യുന്നത്. അത് കേസ് എടുക്കാതിരിക്കുമല്ല, പകരം അവരെ ട്രീറ്റ് ചെയ്യും. മനസ്സിലായി? ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ, അതും കൊലപാതകത്തിന് മുമ്പ് നമ്മൾ അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. മനസ്സിലായോ? അക്രമാസക്തരായ ആൾക്കാരെ കണ്ടു കിട്ടിയോ ജസ്റ്റ് റിപ്പോർട്ട് അവരെ ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും. അവർക്ക് പിന്നെ മരുന്ന് കഴിക്കേണ്ടി വരും. മരുന്നെങ്ങാനും കഴിച്ചില്ല മരുന്ന് നിന്നുണ്ടല്ലോ.